അറിയുമല്ലോ നിങ്ങൾക്ക്, ഈ CJP എന്ന് പറയുന്ന പാർട്ടി ക്രോക്കോച്ച് ജനതാ പാർട്ടി എന്നാണ് പാർട്ടി അറിയപ്പെടുന്നത്. ഇത് രൂപപ്പെടാനുള്ള കാരണം തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു പരാമർശം നടത്തി. ഇന്ത്യയിലെ യുവാക്കളെ പറ്റി അവർ ക്രോക്രോച്ചുകളെ പോലെയാണ്, പാറ്റകളെ പോലെയാണ് എന്നുള്ള ഒരു പരാമർശം കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ആ ഒരൊറ്റ കാരണത്താൽ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രൂപപ്പെടുത്തിയതാണ് ഈ CJP എന്നുള്ള പാർട്ടി. 2 ദിവസം കൊണ്ട് 2 മില്യൺസിനടക്കം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അതിലേക്ക് വന്നു. ഇന്നിപ്പോ കോടിക്കണക്കിന് ആളുകളുടെ ആവേശമായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഓൺലൈനിലൂടെയാണ് ഈ പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന വസ്തുത നമ്മൾ അറിയണം. ഡൽഹിയിൽ നടക്കുന്ന കോലാഹലങ്ങൾ എന്തിന്റെ പേരിലാണ്? നീറ്റ് പരീക്ഷകളിലുള്ള ക്രമക്കേടുകൾ, ചോദ്യപേപ്പറിന്റെ ചോർച്ച, CBSE അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാകുന്ന ചോദ്യപേപ്പറിന്റെ ചോർച്ച, UGCയുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പറിന്റെ ചോർച്ചകൾ, ഇതുമായി നടക്കുന്നതായ വിഷയങ്ങളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃത്യമായി കുട്ടികൾ വന്ന് തമ്പടിച്ചു നിരാഹാരം കിടക്കുന്നു. സോനം വാങ്ചുക്ക് അതിന് നേതൃത്വം കൊടുത്തു. ആരാ സോനം വാങ്ചുക്ക്? 6 മാസം മുമ്പ് അവരുടെ പേരുകൾ പത്രത്താളുകളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞവരാണ്, ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. കാശ്മീരിലുണ്ടായ വലിയ കോലാഹലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും മനുഷ്യാവകാശത്തിന് വേണ്ടി അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെതാകുന്ന സുപ്രീം കോടതി അടക്കമുള്ളതായ സ്ഥലങ്ങളിലേക്ക് കേസ് ഫയൽ ചെയ്ത് നിലകൊള്ളുകയും അതിനുവേണ്ടി വാദോരാതെ സംസാരിക്കുകയും ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശക്തമായ ഭാഷ ചുമത്തിയിട്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലടയ്ക്കുകയാണ് ഉണ്ടായത് സോനം വാങ്ചുക്. അവസാനം അവിടുന്ന് അദ്ദേഹം പിന്നീട് ജാമ്യമെടുത്തു പുറത്തിറങ്ങി. കഴിഞ്ഞ 10-26 ദിവസങ്ങളിലായിട്ട് അദ്ദേഹം നിരാഹാരം കിടക്കുന്നു ഡൽഹിയുടെ തിരുവോരങ്ങളിൽ, ജന്തർ മന്ദറിൽ. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ 20-ാം തീയതി വലിയതാകുന്ന സമര റാലി, അതിൽ രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, KC വേണുഗോപാലുണ്ട്, കോൺഗ്രസിന്റേതാകുന്ന അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഖാർഗെ അടക്കമുള്ളവരൊക്കെ വന്നുകൊണ്ട് ശക്തമായ പിന്തുണ നൽകി. പല രാജ്യങ്ങളിലുമുള്ളതാകുന്ന ആളുകൾ അതിന് പിന്തുണ ഓൺലൈനിലൂടെ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇപ്പോഴും രാഷ്ട്രീയ പ്രമുഖരായ ആളുകളും നമ്മളൊക്കെ വലിയ അപ്പോസ്തലന്മാരായി കാണുന്നതായ സമൂഹത്തിലെ ഉന്നതരായ ആളുകളും അവർക്ക് പിന്തുണ കൊടുക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം ഭയപ്പാട്, ജയിലടക്കുമെന്നുള്ള ഭയപ്പാട് ഒരു ഭാഗത്ത്, വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ കൃത്യമായി നാളെ NIA കോടതി വിചാരണ ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് കൃത്യമായി തന്നെ പോലീസിനെ അയച്ചുകൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടിലൂടെ പല ആളുകളും പിൻവാങ്ങുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കുണ്ടായ ഈ വലിയ മാറ്റം, ഒരുപാട് സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ശക്തമായ പിന്തുണ അറിയിച്ചു. ചെറുപ്പക്കാരായ ആളുകൾ, യുവാക്കൾ, യുവതികൾ, രാഷ്ട്രീയ പ്രമുഖരൊക്കെ, ചെറുപ്പക്കാരും അല്ലാത്തവരും ഒക്കെ എല്ലാവരും കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട്, എന്തുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന നേതൃത്വത്തിൽ അവരാണുള്ളത്, അതുകൊണ്ട് അവരാണ് ഈ വിഷയത്തിൽ പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്. ഈ നാട്ടിലേതാകുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാര് പരീക്ഷ എഴുതിയിട്ട് അതിന് കൃത്യമായ നീക്കുപോക്കില്ലാതെ അതിന്റെ ചോദ്യപേപ്പറുകൾ ചോർന്നുകൊണ്ട് അവരുടെ വരുംകാല ജീവിതത്തിൽ പ്രയാസം അനുഭവിച്ച് വർഷങ്ങളോളമായി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നതായ ആളുകൾ, അവരോട് ചേർന്ന് നിൽക്കണ്ടേ? നമ്മുടെ ഭാവി തലമുറ നിർണയിക്കുക ചെറുപ്പക്കാരാണ്. അവരിലാണ് ഈ നാടിന്റെ പ്രതീക്ഷയുള്ളത്. അവർക്ക് അതുകൊണ്ട് തന്നെ മാന്യമായ ജോലി കിട്ടണം, നല്ല ഉദ്യോഗം കിട്ടണം, നല്ല വിദ്യാഭ്യാസം കിട്ടണം. അത് തടയപ്പെടുന്ന രീതി ഈ രാജ്യത്തിന് ഭൂഷണമല്ല. അധികാരികൾ അതുകൊണ്ടുണ്ടായിത്തീരുക അധികാര നഷ്ടവും നിന്ദതയും നിസ്സാരതയുമാണ്. ഉറപ്പാണ്. അങ്ങനെയാണ് ഈ ക്രോക്കോച്ച് പാർട്ടി രൂപപ്പെടുന്നത്. ആ ക്രോക്കോച്ച് പാർട്ടിയുടെ നേതൃത്വമായി അഭിജിത്ത് ദീപ്കെ വരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് വരുന്നു. ജന്തർ മന്ദറിൽ ഇന്ന് വരെ കാണാത്ത നിലയ്ക്ക് ആളുകൾ അങ്ങോട്ട് വന്നു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ സമരമുറ നിർത്തിയിട്ടില്ല. സോനം വാങ്ചുക്ക് അദ്ദേഹം പറഞ്ഞു തൽക്കാലം നിർത്താമെന്ന് പറഞ്ഞിട്ട് പോലും അഭിജിത്ത് ദീപ്കെ അടക്കമുള്ളവർ, നേതൃനിരയിലുള്ളവർ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നില്ല, ഈ സമരമുറയുമായി തൽക്കാലം മുന്നോട്ട് തന്നെ പോകുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ അവർ പോവുകയാണ്.
ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണം. തീർപ്പിൽ ഒന്നാമതായി അവർ പറയുന്നത് കേന്ദ്രമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ നിന്ന് രാജിവെക്കണം, അദ്ദേഹം മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ നിലയ്ക്ക് ഡൽഹി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലയ്ക്ക് പ്രതിപക്ഷ റാലി നടന്നുകൊണ്ടിരിക്കുന്നു, പ്രതിഷേധ റാലി നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇത് വിജയിപ്പിക്കുമാറാവട്ടെ. ഞാനിത് പറയുന്നത് ഇല്ലെങ്കിൽ വരും തലമുറയിൽ യുവാക്കളായ ആളുകളൊന്നും ഈ നാട്ടിലുണ്ടാവൂല. ഇപ്പൊ തന്നെ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടല്ലോ, ചെറുപ്പക്കാരൊക്കെ ഈ നാട്ടിൽ നിന്ന് പോവാണ് പുറം രാജ്യത്തേക്ക്. കാരണം ഈ നാട്ടിലെ ഭരണ സംവിധാനങ്ങളോട് അവർക്ക് ഭയപ്പാടായി, വലിയ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ഹൈറാ വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ തലമുറയിൽ ഐക്യമുണ്ടാകുന്നതിന് വേണ്ടിയും പരസ്പര സ്നേഹ സൗഹാർദ്ദം നിലനിർത്തി അടിയിലോ വഴക്കിലോ മറ്റും ഒന്നും പോകാതെ സന്തോഷകരമാകുന്ന ജീവിതം നയിച്ച് ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. ഈ രാജ്യത്തിന്റെ മതേതരത്വ സംരക്ഷണത്തിന് വേണ്ടി ഇതിൽ മതം ചേർക്കുകയും മറ്റൊന്നും കാണാതെ പരിപൂർണമായി ഈ രാജ്യത്തിൻ്റെതാകുന്ന കാര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഭരണ നേതൃത്വങ്ങളിൽ നിലകൊള്ളുന്നവർ അക്കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റുപറ്റിയിട്ടുള്ളതിൽ കുറ്റവും കുറവും കറക്റ്റായി തിരുത്തി മാന്യമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഈ സദസ്സ് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാം. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ ഹത്താ ഇത്തഖദ الناس رؤوسا جهالا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്, അവസാന കാലഘട്ടം എത്തുമ്പോൾ ജനങ്ങളിൽ നിന്ന് അറിവിനെ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞതിന്റെ ആശയം അവർ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവുകളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് ആലിമീങ്ങളെ മരിപ്പിക്കലാണ്. ആലിമീങ്ങളുടെ വഫാത്താണ്. ഹത്താ ഇത്തഖദ الناس رؤوسا جهالا. അറിവില്ലാത്തതാകുന്ന ആളുകളെ ഇതിലൂടെ ജനങ്ങളെ തലയിലേറ്റി നടക്കുമേ. അറിവില്ലാത്തതാകുന്ന ജിന്ന സേവകരെ, ജിന്നമ്മമാരെ, ജിന്നപ്പമാരെ ഒക്കെ തലയിലേറ്റി നടക്കുന്നതായ ആളുകൾ കടന്നു വരുമേ. ഫസുഇലൂ ഫഅഫ്തൂ ബിഗൈരി ഇൽമിൻ. യഥാർത്ഥ ആലിമീങ്ങളെ വകവയ്ക്കാതെ ഇത്തരക്കാരുടെ പിറകിൽ നടക്കുന്നതായ മുസ്ലിമില്ലേ, മുസ്ലിമത്തില്ലേ, അവരോട് ഫത്വകൾ തേടുമ്പോ, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ, അവരുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ ഫത്വ തേടുമ്പോ അതാ അവർ ഫത്വ നൽകുകയാണ്. അറിവില്ലായ്മ കൊണ്ടവർ കൃത്യമായി മറുപടി നൽകുകയാണ്. ഈ ഫത്വയിലൂടെ, അറിവില്ലാത്ത ഫത്വയിലൂടെ അവരും പിഴച്ചു പോകുന്നു. അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് പറഞ്ഞാൽ അവസാന കാലഘട്ടം എത്തുമ്പോ ആലിമീങ്ങൾ, നല്ല നല്ല കിതാബ് തിരിഞ്ഞ മഹത്തുക്കളൊക്കെ വഫാത്തായി. ജിന്നുകളെയും ജിന്നമ്മമാരെയും ജിന്നസേവ നടത്തുന്ന ആളുകളുടെ പിന്നിൽ, ജ്യോത്സ്യന്മാരുടെ പിന്നിൽ, കണിയാന്മാരുടെ പുറകെയൊക്കെ നമ്മുടെ ഉമ്മത്തിങ്ങനെ ഓടി നടക്കും. എന്നിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. എപ്പോഴാണ് ഓരോന്ന് തുടങ്ങേണ്ടത്, എപ്പോഴാണ് നിർത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും അവരോടാണ് തേടുന്നത്. അറിവുള്ള ആലിമീങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതിലൂടെ ആ വിവരമില്ലാത്ത ആളുകൾ കൊടുക്കുന്ന ഫത്വ അനുസരിച്ചായിരിക്കും ഇവരുടെ ജീവിത ക്രയവിക്രയങ്ങൾ ഉണ്ടാവുക. അതിലൂടെ അവർ പിഴയ്ക്കും, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതാണ് ആദ്യ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുത. ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം 20-ാം തീയതി ഇരട്ട കൊലപാതകത്തിനു വേണ്ടി പാലക്കാട് ജില്ലയിലെ നെന്മാറയിലുള്ള പോത്തുണ്ടി പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ, ചെന്താമര എന്നു പേരുള്ള ഒരു മനുഷ്യനെ കൊലക്കയറിന് വിധിച്ചു. എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്നവരായിരിക്കും.
വർഷങ്ങളായി വലിയ കൊലപാതകം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം അതിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്കുള്ള വാഹനയാത്രയിൽ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞു. അദ്ദേഹം ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ജ്യോത്സ്യന്റെ പ്രവചനമാണ്. ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്നു ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കുവാൻ വേണ്ടി ഉന്നതമായ തലത്തിലേക്ക് എത്താൻ വേണ്ടി ജ്യോത്സ്യന്റെ സമീപത്ത് ചെന്നു. അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. എന്ത് കാര്യം നടക്കണമെങ്കിലും ജ്യോത്സ്യം പറയുന്നത് ചെയ്യും. അങ്ങനെയാണ് ഈ ചെന്താമരയുടെ ജീവിതം എന്ന് പറയുന്നത്. നല്ല കുടുംബജീവിതം നയിച്ച വ്യക്തിയാണ്. ഭാര്യയുണ്ട്, നല്ല മനോഹരമായി ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. നെന്മാറ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ബോയ് കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിലെ സാദാസീത മനുഷ്യൻ ജീവിക്കുന്നതാകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലോറി ഡ്രൈവറാണ്. അദ്ദേഹം ജീവിക്കുന്നതിനിടയിൽ ജ്യോത്സ്യന്മാരെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന വ്യക്തിയാണ്. ഒരു ജ്യോത്സ്യന്റെ സമയത്തിൽ സ്ഥിരം ചെല്ലും. അയാൾ എന്ത് പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണോ, നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും കിട്ടും. നീണ്ട മുടിയുള്ളതാകുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ ശത്രുവാണ്, അവളെ കൊല്ലണം. എന്നാൽ നിങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ജീവിതം ലാസ്റ്റ് ഉണ്ടായി. അല്ലാഹു ആക്കുമാറാവട്ടെ. നീണ്ട മുടിയുള്ളതാകുന്ന സ്ത്രീ അന്വേഷിച്ച് ഇയാൾ ചുറ്റും പരതി നോക്കുമ്പോ അയൽവാസിനിയാകുന്ന ഒരു പെണ്ണ്, അയൽവക്കത്ത് താമസിക്കുന്ന പെണ്ണിന് നല്ല നീളമുള്ള മുടിയാണ്. അവര് വലിയ മോഡലിംഗ് ഒന്നും ചെയ്യുന്നവരല്ല. ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്ന പെണ്ണുങ്ങളാണല്ലോ എല്ലാം വെട്ടി ഹലാക്കാക്കുന്നത്. അവരൊരു സാധാ സ്ത്രീയാണ്, പാലക്കാടൻ സ്ത്രീയാണ്. അയൽവാസിനിയാകുന്ന ആ സഹോദരിയിലേക്ക് നോക്കി സുജാത എന്ന പേരുള്ള ആ പെണ്ണിന്റെ മുടിയിൽ നോക്കിയപ്പോ നല്ല കറുത്ത മുടികൾ. ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ നിതംബത്തിന്റെ ഭാഗത്തേക്ക് നല്ല ഇറക്കമിട്ട് കിടക്കും. അപ്പൊ ശത്രു ഇവള് തന്നെയാണ്. അയൽവാസിനിയാകുന്ന പെണ്ണാണല്ലോ, അപ്പൊ വേഗം അവളെ തന്നെ ശത്രുവായിട്ട്. സാധാരണ അയൽവാസികൾ പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഇവരങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമില്ല എന്ന് മാത്രമല്ല, വളരെ സ്നേഹത്തിനും സന്തോഷത്തിലും കഴിയുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ ചെന്താമര എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ജ്യോത്സ്യം കൊടുത്ത ചില വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്ങനെ കിടക്കുന്നു, മുറിവേറ്റ് കിടക്കുക. നീണ്ട മുടിയുള്ള സ്ത്രീ നിന്റെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഭർത്താവും അവളുടെ മക്കളും ഒക്കെ വീട്ടിലില്ലാത്ത ഒരു സമയം നോക്കി രാവിലെ ഒരു 10 മണി സമയമായപ്പോ കൊടുവാളും എടുത്ത് വീട്ടിൽ ചെന്ന് ആ പെണ്ണിന്റെ പിടലിയിൽ വെട്ടി. ആ പെണ്ണിനെ ആദ്യം കൊലപ്പെടുത്തിയിട്ട് തൊട്ടടുത്തുള്ളതാകുന്ന പാലക്കാട് ഉൾക്കാടുകളിലേക്ക് കയറി, വനപ്രദേശങ്ങളിലേക്ക് ഓടി ഒളിച്ചു. പോലീസുകാർ പിന്നീട് മണിക്കൂറുകൾ കൊണ്ട് അവസാനം അവനെ കണ്ടെടുത്തു. അവനെ ജയിലിനുള്ളിലാക്കി. അവസാനം അവൻ അവിടെ നിന്ന് ജാമ്യ വ്യവസ്ഥയിൽ ഈ നാട്ടിലേക്ക് ഒരിക്കലും വരരുത് എന്നുള്ളതാകുന്ന വ്യവസ്ഥയിൽ അവനെ പോലീസുകാർ ജാമ്യത്തിൽ വിടുകയാണ്. പൈസയൊക്കെ ചെലവായി ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷെ ഇവൻ ആ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അതേ നാട്ടിൽ തന്നെ വന്നു അവരുടേതാകുന്ന ഭർത്താവിനെ കൊലപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞു. സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരുന്നതാകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് അയാളെയും വെട്ടി കൊലപ്പെടുത്തുക. അയാളെ കൊലപ്പെടുത്തുന്നു. അയാൾ പൊട്ടിക്കരയുന്നത്, ഒച്ചയിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് സുധാകരൻ എന്ന് പറയുന്നതാകുന്ന ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മി എന്ന് പറയുന്നവർ അകത്ത് ഓടി വരുമ്പോ അവരെയും കൊടുവാളുകൊണ്ട് വെട്ടി അവരെയും കൊല്ലുകയാണ്. 2 കൊലപാതകം, ഇരട്ട കൊലപാതകം വീണ്ടും നടത്തി. ഒക്കെ നിങ്ങൾ ജ്യോത്സ്യൻ ആദ്യം പറഞ്ഞത് ഒരാളെ മതി എന്ന് പറഞ്ഞു. പക്ഷെ 1 കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ 3 നാലിച്ച് നോക്ക്. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന സിവിൽ ക്രിമിനൽ നടപടികൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷാ നടപടികളിലുള്ള പ്രശ്നമാണ് ഇതൊക്കെ. കാരണം ഒരു കൊലപാതകം നടത്തി ജയിലിൽ കഴിഞ്ഞവൻ അവൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ട് ഈ നാട്ടിൽ വന്ന് വീണ്ടും 2 കൊലപാതകം നടത്തി അവൻ തിരിച്ച് വീണ്ടും വനാന്തരങ്ങളിലുള്ളിലേക്ക് കയറി. 30 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും അവനെ കണ്ടെടുക്കുക. വനത്തിനുള്ളിലേക്ക് പോയി പാലക്കാടിന്റെ ഉൾഭാഗത്തുള്ള എല്ലാ വനപ്രദേശങ്ങളിലേക്കും പോലീസുകാർ തപ്പി അന്വേഷിച്ചു നോക്കുന്നു. ഇവനെ കണ്ടുകിട്ടുന്നില്ല. മനുഷ്യൻ കൃത്യമായി പോകാൻ പറ്റുന്ന അതിന്റെ അകഭാഗമുണ്ട്, കാടിന്റെ അകൽഭാഗമുണ്ട്. ആ അകഭാഗത്തേക്കൊക്കെ പോയി നോക്കി, ആളെ കണ്ടെത്തിയിട്ടില്ല. അവസാനം ഒരു തന്ത്രം മെനഞ്ഞു, അനൗൺസ്മെന്റ് ചെയ്തു. പോലീസുകാരെല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ട് ആളെ കണ്ടെത്തുന്നില്ല, ചെന്താമരയെ കണ്ടുകിട്ടുന്നില്ല, നമുക്ക് എല്ലാവർക്കും തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് പാക്കപ്പടിച്ച് തിരിച്ചു പോകുന്ന ശബ്ദം അവന്റെ കാതിൽ
കാതിലെത്തുക. അതൊരു ഹിക്മത്തായിരുന്നു, തന്ത്രപ്രയോഗമായിരുന്നു പോലീസുകാരുടെ. അവസാനം ചെന്താമര പോലീസൊക്കെ പിൻവാങ്ങി എന്ന് മനസ്സിലാക്കി 30-37 മണിക്കൂറുകളോളം വിശന്ന് വലഞ്ഞ് കാട്ടിനുള്ളിൽ കഴിഞ്ഞവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് പോലീസ് വീണ്ടും അവനെ പൊതിഞ്ഞു, വീണ്ടും ചാക്കിനുള്ളിലാക്കി, ആളെ ലോക്കപ്പിലാക്കി. അവസാനം അയാൾക്കെതിരെ വിധി വന്നത് കഴിഞ്ഞ ദിവസം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ. അയാൾക്ക് വിധി വരികയാണ്. നല്ല ജീവിതം കിട്ടുമെന്ന് ജ്യോത്സ്യം പ്രവചിച്ചതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുനിഞ്ഞ മനുഷ്യന് അവസാനം കൊലക്കയർ വിധിച്ചു ഈ കഴിഞ്ഞ 20-ന്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് പറയുന്നത് നമുക്കൊക്കെ അടുത്തുള്ള ഭാഗമാണല്ലോ. നെന്മാറ എന്ന പ്രദേശത്ത്, പോത്തുണ്ടി എന്ന് പറയുന്ന ദേശത്ത്, പൊയ്ക്കോളനിയിലുള്ളതാകുന്ന ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ ചരിത്രം, ചെന്താമരയുടെ ചരിത്രമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ലോകമെമ്പാടും വലിയ ചർച്ച ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരെ തരംഗമായി നിന്ന കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവെച്ചത്. ഒരു ജ്യോത്സ്യന്റെ പ്രവചനത്തിലൂടെ ജീവിതം താറുമാറായി എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പല ആളുകളും ഇന്നും നമ്മുടെ ഉമ്മത്തിൽ അങ്ങനെയുണ്ട്. അവരുടെ പ്രവചനങ്ങൾക്ക് പുറകിൽ നിൽക്കുന്ന ആളുകൾ, അവര് പറയുന്ന പോലെ ജീവിച്ചാൽ വലിയ വിജയമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ, ഇപ്പോഴും മനസ്സിന്റെ അകത്തലങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ പേര് ജീവിക്കുന്നവരുണ്ട്. വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കുകയും ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യൻ പറയുന്നത് പരിപൂർണമായി സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ, മുഅ്മിനുണ്ടോ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവിശ്വസിച്ചവനാണ് അവൻ, നിഷേധിയാണ്, കാഫിറാണ്. വിശ്വാസിയാണോ മുഅ്മിനാണോ അവൻ ദീനിൽ അടിയുറച്ചു നിൽക്കണം. അവൻ ഇത്തരക്കാരുടെ അടുക്കൽ പോകാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കണേ, ഈമാനില്ലാത്ത ആളുകൾ, അവിശ്വാസികൾ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അത്തരക്കാർ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നു, കണിയാന്മാരെ സമീപിക്കുന്നു, പ്രശ്നം വെക്കുന്നവരെ സമീപിക്കുന്നു, കാര്യങ്ങൾ തേടുന്നു. അതൊന്നും ഇവിടെ നമുക്ക് ചർച്ചയില്ല. അവരുടെ ആദർശം, അവരുടെ ആശയം, അവരുടെ വിശ്വാസം, അത് പറ്റുമല്ലോ. ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും പറ്റും. മുസ്ലിമായ വ്യക്തി, ഈമാനുള്ള വ്യക്തി, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന വ്യക്തി, പ്രവാചകന്മാരിൽ വിശ്വാസമുള്ള വ്യക്തി, നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണെന്നുള്ള ഈമാൻ കാര്യങ്ങളിൽ അചഞ്ചലമായി വിശ്വാസമുള്ള സത്യവിശ്വാസി ഒരിക്കലും ഇത്തരക്കാരുടെ പിന്നിൽ അണിനിരക്കാൻ പാടില്ല. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അന്ധവിശ്വാസം ഏറ്റവും കൂടുതൽ വെച്ച് പുലർത്തുന്നവരായി ഇന്ന് നമ്മുടെ തലമുറ മാറി. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ധവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എത്രമാത്രം ആഴ്ന്നിറങ്ങുന്നോ ഈമാൻ അത്രമാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതിന്റെ അവസാനം എത്തിച്ചേരുക നിന്ദ്യതയിലും നിസാരതയിലുമായിരിക്കും. ഏറ്റവും മോശപ്പെട്ട ജീവിതത്തിലേക്കായിരിക്കും എത്തിച്ചേരുക. ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ പറയാൻ പറ്റും. എത്രയോ ആളുകളുടെ ലോകത്താദ്യമായി അന്ധവിശ്വാസം പരത്തിയത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരിലേക്കാണ്? സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിലേക്കും ബീവി ഹവ്വ റളിയല്ലാഹു അൻഹയിലേക്കുമാണ് ആദ്യമായി അന്ധവിശ്വാസം കൊണ്ടുവന്നത്. നമുക്കറിയാമല്ലോ, ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവുമയും സ്വർഗ്ഗത്തിലാണ് വസിച്ചിരുന്നത്. ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, നീയും നിന്റെ ഭാര്യയും സ്വർഗ്ഗത്തിൽ കഴിഞ്ഞുകൊള്ളുക. അല്ലാഹു കൃത്യമായി അവർക്ക് കൊടുത്തത് സ്വർഗ്ഗമായിരുന്നു, മനോഹരമായ ജീവിതം. അല്ലാഹു ഒന്നേ നിർദ്ദേശം വെച്ചിട്ടുള്ളൂ, വലാ തഖറബാ ഹാദിഹി ശജറ. ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു, ഈ മരത്തിലേക്കും അതിന്റെ കായ്കനികളിലേക്കും നിങ്ങൾ അടുക്കരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അടുത്താൽ നിങ്ങൾ പ്രശ്നത്തിനായി പോകും, വലിയ പ്രയാസത്തിനായി പോകും. അതുകൊണ്ട് ആ ഒരു മരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ് കൃത്യമായി അടയാളപ്പെടുത്തി. ഖുർആൻ പറയുന്നു, അതിലേക്ക് അവരുടെ മനസ്സിനെ ചാഞ്ചല്യപ്പെടുത്തി അന്ധവിശ്വാസം കൊടുത്തത് ആദ്യമായി പിശാച.
കാരണം സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് വസ്ത്രം നിർബന്ധമാണ്. സ്വർഗത്തിലെ നിയമത്തിൽപ്പെട്ടതാണ് നല്ല ഡ്രസ് ഉണ്ടാവണം, നല്ല വസ്ത്രം ധരിച്ചിരിക്കണം. വസ്ത്രമില്ലാതായി പോയാൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. സ്വർഗത്തിൽ പിന്നെ നിൽക്കാൻ പറ്റൂല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം. ഇത് സ്വർഗത്തിലെ നിയമമാണ്. ഇത് മനസ്സിലാക്കിയതാകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിനുവേണ്ടി പരിശ്രമിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ഉമ്മയുടെയും വസ്ത്രം ഉരിയപ്പെടണം. അതിനുവേണ്ടി വിലക്കപ്പെട്ട കായികനികൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഉപദേശം കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണം. അതിനവൻ രാവും പകലും അധ്വാനിച്ചു. അവസാന സ്വർഗത്തിന്റെ വെളിഭാഗത്ത് നിൽക്കുന്ന ഇബ്ലീസ് അവരതിലേക്കൂടെ വരുമ്പോ ആ കവാടത്തിന്റെ ഭാഗത്തുകൂടി വരുമ്പോ അവൻ കൊടുത്തു ദുർഭേദനം. ഖുർആൻ പറയാ ഫവസ്വസ ലഹുമ ശൈത്വാൻ ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി الشجرة إلا أن تكونا ملكين أو تكونا من الخالدين وقاسمهما إني لكما لمن الناصحين فدلاهما بغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ആദം നബി അലൈഹിസ്സലാമിനും ഹവ്വാ ഉമ്മയ്ക്കും സംഭവിച്ച വിഷയം ലോകരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഫവസ്വസ ലഹുമാ ശൈത്വാൻ ആദമിനോടും ഹവ്വയോടും രണ്ടുപേരോടും ഇബ്ലീസ് വന്നുകൊണ്ട് ദുർബോധനം നടത്തുകയാണ്, അന്ധവിശ്വാസം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ദുർബോധനം നടത്തുന്നത്? ലിയുബ്ദിയ ലഹുമാ മാ വൂരിയ അൻഹുമാ മിൻ സൗആതിഹിമാ രണ്ടുപേരും ധരിച്ചിരിക്കുന്നതായ ഉടയാടകൾ ഒഴിവാക്കപ്പെടുകയും അവരുടെ നഗ്നമേനികൾ പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്, ഔറത്ത് വെളിവാകുന്നതിനാണ് ദുർബോധനം നടത്തിയത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. وقال ما نهاكما ربكما عن هذه الشجرة ആദമിനോടും ഹവ്വയോടും രണ്ടുപേരോടുമായി വിളിച്ചു പറയുകയാണ് പിശാച്, അല്ലയോ ആദമേ ഹവ്വയേ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു ഈ മരത്തിന്റെ കായ്കനികളിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇല്ലാ തകൂന മലക്കൈൻ, നിങ്ങൾ രണ്ടുപേരും മലക്കിൻ്റെതാകുന്ന പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ അല്ലാഹുവിനെ സദാസമയം ആരാധിക്കുന്നതായ മഹത്തുക്കളാകുന്ന മലക്കുകളുടെ പദവിയിലേക്ക് ഉയരുന്നതിനെ തൊട്ട് അല്ലാഹു തടഞ്ഞതാണ്. ഫതകൂന മിനൽ ഖാലിദീൻ ഔ തകൂന മിനൽ ഖാലിദീൻ, നിങ്ങൾ സ്വർഗാവകാശികളായി കാലാകാലം ഈ സ്വർഗത്തിൽ വസിക്കുന്നതിനെ തൊട്ട് അല്ലാഹു തടയിട്ടതാണ്. നിങ്ങൾ ഈ കായികനികൾ കഴിച്ചാൽ കാലാകാലം സ്വർഗത്തിൽ വസിക്കാം. ഒന്ന് അവർക്ക് കൊടുക്കുന്നതായ ദുർബോധനം, അവരുടെ മനസ്സിൽ കൊടുക്കുന്ന ആശ, അത്യാഗ്രഹം, വലിയ ആഗ്രഹം കൊടുക്കുകയാണ്. ലോകത്താദ്യമായി വസ്വാസം ഉണ്ടാക്കുകയാണ്, അന്ധവിശ്വാസം കൊടുക്കുകയാണ്. ആദ്യമായി ആരാ കൊടുത്തത്? ഇബ്ലീസ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
ഇത് കേട്ടപ്പോ ഇവിടെ രണ്ട് ഖിറാഅത്ത് ഉണ്ട്. അതാണ് ആദ്യത്തിൽ ഞാൻ ഓതിയത്. ഇല്ലാ തകൂന മലിക്കൈനി എന്നുമുണ്ട്, ഇല്ലാ തകൂന മലക്കൈനി എന്നുണ്ട്. മലിക്കൈനി എന്ന് പറയുമ്പോ രാജാവ് രാജ്ഞിയെ പോലെ നിങ്ങൾക്ക് ഇവിടെ വസിക്കാം, കാലാകാലം രാജാവ് രാജ്ഞിയായിട്ട് കാലാകാലം നിങ്ങൾക്ക് വസിക്കാം. അതല്ല, മലക്കിന്റെ പദവിയിലേക്ക് നിങ്ങൾ ഉയരും, ഉന്നതമായ ശ്രേണിയിലേക്ക് വരും. യഥാർത്ഥത്തിൽ മലക്കിനേക്കാൾ പദവി മനുഷ്യരുണ്ട്. പക്ഷെ എപ്പോഴും അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റുന്ന ഒരു ഉന്നതമായ ശ്രേണിയിലേക്ക് നിങ്ങൾ എത്തും. മനുഷ്യനാകുമ്പോൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാനും ഒക്കെ സമയം വേസ്റ്റ് ആവും. അതൊന്നും വേണ്ട, എപ്പോഴും നിങ്ങൾക്ക് അള്ളാഹെ ആരാധിക്കാം എന്നത് കേട്ടുകൊണ്ട് ഒരു അത്യാഗ്രഹം ഹൃദയത്തിലിട്ട് കൊടുക്കാൻ, കാലാകാല സ്വർഗത്തിൽ വസിക്കാം. ദുർബോധനത്തിന്റെ മന്ത്രോച്ചാരണം നടത്തി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇത് കേട്ടപ്പോ മനസ്സ് ഇളകി. ആദ്യം ഇളകിയത് പെണ്ണിന്റെ മനസ്സാണ്, ഹവ്വായുടെ മനസ്സാണ്. അന്നും ഇന്നും പെണ്ണുങ്ങളാണ് ആദ്യം ഇളകുന്നത്. അല്ലാഹു മലക്കാക്കുമാറാകുമാറാകും. ഖുർആൻ പറയാൻ ഫദല്ലാഹുമാ ബിഗുറൂർ, ഫദല്ലാഹുമാ ബിഗുറൂർ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി രണ്ടുപേരോടും ദുർബോധനം നടത്തിയത് വഞ്ചനയാണ്, വഞ്ചനയാണ്. അവരെ ചതിക്കലാണ് ലക്ഷ്യം, അവരെ ഇല്ലാതാക്കലാണ് ലക്ഷ്യം. സ്വർഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാനുള്ള പണിയാണ് ഇബ്ലീസ് എടുക്കുന്നത്. ഈ കായികനികൾ കഴിച്ചാൽ അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഉരിയപ്പെടും. അതിലൂടെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു പുറത്താക്കും. ആ ലക്ഷ്യം കാണാൻ വേണ്ടി ഇബ്ലീസ് അവരോട് ചതി പ്രയോഗം നടത്തുകയാണ്. അല്ലാഹു പറയുന്നു ഫലമ്മാ ദാഖ അശ്ശജറ, ഫലമ്മാ ദാഖ അശ്ശജറ ബദത് ലഹുമാ സൗആതുഹുമാ. രണ്ടുപേരും വിലക്കപ്പെട്ട കായികനികൾ, അല്ലാഹു വിലക്കിയതായ കായികനികൾ ഇബ്ലീസിന്റെ മന്ത്രോച്ചാരണത്തോടുകൂടി അവന്റെ ചതിപ്രയോഗം മനസ്സിലാക്കാതെ അന്ധവിശ്വാസത്തിൽ മുഴുകിക്കൊണ്ട് അത് കഴിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ തന്നെ ബദത് ലഹുമാ സൗആതുഹുമാ, രണ്ടുപേരുടെയും നഗ്നത വെളിവായി അത്രേ, അവരുടെ നാണം വെളിവാകുകയാണ്. വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. രണ്ടുപേരും സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറയ്ക്കാൻ ശരീരത്തിലേക്ക് ചേർത്തി വെച്ചു, ശരീരത്തിലേക്ക് ഒട്ടിച്ചു വെച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അവറത്ത് വെളിവായപ്പോ നാണക്കേടാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവും ഉള്ളൂ, വേറൊരാളും കാണാനില്ല. ഔറത്ത് വെളിവായി മറ്റൊരാളും ദർശിക്കാനില്ല. എങ്കിൽ പോലും സ്വർഗത്തിലെ ഇലകൾ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നാണം മറയ്ക്കാൻ തയ്യാറായി ആദം നബി അലൈഹിസ്സലാം ഹവ്വാവും റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർക്ക് ദുർബോധന നടത്തി, ആ ദുർബോധനത്തിൽ അവർ വശംവദരായി വീണു. അതിന്റെ കാരണത്താൽ അവർക്കുണ്ടായ നാശനഷ്ടം ചില്ലറയല്ല, സ്വർഗത്തിൽ നിന്ന് അവരെ ഇറക്കപ്പെട്ടു. അല്ലാഹ്, കാലാകാലം മക്കളും പരമ്പരകളും ഒക്കെ ഇനി എവിടെ വേണം? സ്വർഗത്തിൽ. നിങ്ങൾ പുറത്തോട്ട് വയ്ക്കോ, യാ അല്ലാഹ്. ഭൂമിയിലേക്ക് ഇറങ്ങിക്കോ. ഇനി നിങ്ങളുടേതാകുന്ന എല്ലാ സംഭവവികാസങ്ങളും ഭൂമിയിലാണ്. ഇനി കാലാകാലം ഇവിടെ അമല് ചെയ്തിട്ട് വേണം ഇനി സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ. അല്ലാഹുവിന്റെ തീരുമാനം അചഞ്ചലമാണ്, അജയ്യമാണ്. നിന്ദ്യതയും നിസാരതയുമായി സ്വർഗത്തിൽ കഴിഞ്ഞിരുന്നത് വാപ്പായും ഉമ്മായും. ആ വിലക്കപ്പെട്ട കായികനികളിലേക്കുള്ള ഒരു കൈവപ്പാണ് അവരിങ്ങോട്ടേക്ക് ഇറക്കിയത്. ഇതിന്റെ കാരണക്കാരനാരാ? കാരണക്കാരൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്താദ്യമായി അന്ധവിശ്വാസം ക്ലാസ് എടുത്തു കൊടുത്തതാരാ? ഇബ്ലീസാ. മനസ്സിലായിക്കോണം. അതിൽ പെട്ടുപോയതാരാ? പെണ്ണുങ്ങളാണ്. ഹവ്വാവുമ്മയെ പെട്ടുപോയത് അവരാണ്. ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് റാഹത്തായിട്ട് കാലാകാലം സെറ്റാവും, ജീവിതം സെറ്റ്. അങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച്, അപ്പൊ അത് കേട്ടിട്ട് ആദം നബി അലൈഹി സ്വലാമും ഭാര്യ പറയുന്നതല്ല, എന്നാ നോക്കിയേക്ക എന്ന് പറഞ്ഞ് കൈവച്ചതാ. അല്ലാഹ് റാഹത്തായി.
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് അന്നും ഇന്നും ഉണ്ട്. ഇന്നും പലർക്കും ഇളക്കം കൊടുക്കും ഭർത്താവിന് ഇങ്ങനെ. അവിടെ ഒരാൾ വന്നിട്ടുണ്ട്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നാ പറയുന്നത്, നല്ല സൂപ്പർ സാധനം. അപ്പൊ ഭർത്താവ് പറയേ തട്ടിപ്പായിരിക്കും. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ അപ്പുറത്ത് ഐഷുമ്മൊക്കെ പോയിട്ട് കാര്യങ്ങൾ നടന്ന് നല്ല റാഹത്തായിട്ട് ജിന്നുമ്മ അടുത്തോട്ട് നമുക്ക് പോയേക്കാം, ജിന്നുപ്പ അടുത്തോട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് കള്ള ശൈഖന്മാരുടെയും കള്ള സൂഫിയാക്കളുടെയും ഇത്തരക്കാരായ ആളുകളുടെ അടുക്കലേക്കും ഒക്കെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ചെറിയ കാര്യമല്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അതാ അറാഫ ഫസഅലഹു അൻ ശൈഇൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിക്കുകയും ഒരു കണിയാനെ സമീപിക്കുകയും മുസ്ലിമായ ഒരു വ്യക്തി, അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരു സഹോദരി ഏതെങ്കിലും ഒരു കണിയാനെ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഏതെങ്കിലും ഒരു വിഷയങ്ങളെ പറ്റി ചോദിക്കുകയും അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ വാസ്തവീകരിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുഹു 40 യൗമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 40 ദിവസത്തേക്ക് അവന്റെ നമസ്കാരത്തെ സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 40 ദിവസം അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. തീർന്നു. കാര്യമായിട്ട് നിസ്കരിക്കാൻ. ഈ നിസ്കരിക്കുന്ന നിസ്കാരം മുഴുവനും നീ നിസ്കരിക്കുന്ന തഹജ്ജുദായാലും സുബ്ഹിയായാലും മുഹറായാലും അസറായാലും മഗ്രിബായാലും ദുഹയായാലും തസ്ബീഹ് നമസ്കാരമായാലും അവ്വാബീനായാലും പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ നിസ്കരിക്കുന്ന നമസ്കാരം മുഴുവനും അല്ലാഹു സ്വീകരിക്കില്ല. ലം തുഖ്ബൽ ലഹു സ്വലാത്തുഹു 40 യൗമ. 40 ദിവസത്തേക്ക് അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരൊറ്റ നമസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ളവൻ ഈ പണിക്ക് നിൽക്കരുത്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. ജ്യോത്സ്യന്മാരെ കണിയാന്മാരെ സമീപിക്കുന്നത് പോലെയാണ് നമ്മുടെ കൗമിൽപ്പെട്ട അറിവില്ലാത്തതാകുന്ന ധാരാളം ആളുകൾ, പിഴവ് ചികിത്സിക്കുന്ന ആളുകൾ. ഒരു വിവരമില്ല, ഒരു ഓതി പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കള്ള ശൈഖന്മാരായി നിലകൊള്ളുന്ന ആളുകൾ. നമ്മൾ എന്തുകൊണ്ടാണ് ചെമ്പലങ്ങാട് ഉസ്താദിനെ ആദരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ പേരിൽ ഉറൂസ് നടത്തുന്നത്? അവർ ജീവിച്ചിരുന്ന കാലയളവ് കൃത്യമായിരുന്നു. നമ്മുടെ കൺമുന്നിൽ സൂഫി ജീവിതം നയിച്ചതാകുന്ന മഹാമനീശ്വരിൽ സമുന്നതരായ വ്യക്തിത്വങ്ങളാണ്. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തി. അരമണിക്കൂർ നേരോളം ഉസ്താദിന്റെ മദ്ഹുകൾ തന്നെ പറഞ്ഞു. ആ മദ്ഹ് മാത്രം മതി ഉസ്താദ് അവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ. കാരണം പഠിച്ചിരുന്നത് തന്നെ ബഹുമാനപ്പെട്ടതാകുന്ന ശംസുൽ ഉലമാഇ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർഖദ മഹാനുഭാവന്റെ ചാരത്താണ്. അവരുടെ പഠിക്കുക മാത്രമല്ല, അവരുടെ ശിഷ്യഗണങ്ങളിൽ പ്രമുഖനായിരുന്നു. അവർ CP എന്നുള്ള ഇനിഷ്യൽ വെച്ചിട്ട് അവരെ വിളിച്ചിരുന്നത് സൂപ്പി എന്നായിരുന്നു. പലപ്പോഴും ഒരു ശിഷ്യനെ ഉസ്താദ് അങ്ങനെ വിളിക്കണമെങ്കിൽ, അഭിസംബോധന ചെയ്യണമെങ്കിൽ ആ ശിഷ്യൻ അത്രമേൽ ഉന്നതനായ വ്യക്തിത്വമായിരിക്കണം. വെറുതെ ഒരു ഉസ്താദും പ്രത്യേകിച്ച് ശംസുൽ ഉലമായെ പോലെയുള്ള മഹാനുഭാവനെ പോലെയുള്ള ഒരു വ്യക്തി ഒരാളെയും അങ്ങനെ വിളിക്കില്ല. കാരണം ആ വിളി നമ്മളെ പോലെയുള്ള ആളുകൾ, പിൻഗാമികൾ മുഖവിരിക്കെടുക്കുമെന്ന് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് ആവശ്യമില്ലാത്തത് പറയൂല, തമാശയ്ക്ക് പോലും അങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കൂല. കാരണം സൂഫി എന്ന പദം ഏറ്റവും വലിയ സമുന്നതനാകുന്ന മഹത്തുക്കളിലേക്ക് ചേർക്കുന്നതാണ്. അതിന്റെ അടിത്തറ ചെന്നെത്തുന്നത് മഹാനാകുന്ന ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കളിലേക്കാണ്. അവിടെ നിന്നും അതിന്റെ വേരിയെത്തുന്നത് ഇലാ ഹദ്റത്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ്. ഇതിനൊരു പരമ്പരയുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ ഒരാളിലേക്ക് ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു പദമല്ല. അതുകൊണ്ട് അവൾ വളരെയേറെ ശ്രദ്ധിച്ചു. പട്ടിക്കാട് ജാമിഅ നൂരിയിൽ ആദ്യമായി ഇറങ്ങിയ 5 പ്രിയപ്പെട്ടതാകുന്ന മഹത്തുക്കളിൽ 5-ൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ടതാകുന്ന ഉസ്താദ് അവറുകൾ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയതാകുന്ന ആദരണീയനായ പ്രസിഡന്റ് KP അബൂബക്കർ ഹസ്രത്ത് നവറല്ലാഹു മർഖദ അവരിൽ 5-ൽ ഒന്നാമനാണ്. അവരുടെ കൂടെ ശരീക്കായി അവരോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് വിദ്യാഭ്യാസം നുകർന്നതാകുന്ന സമുന്നതനായ സൂഫി വര്യനായിരുന്നു ബഹുമാനപ്പെട്ട ചെമ്പുലങ്ങാട് ഉസ്താദ് അവറുകൾ.
എപ്പോഴും പുഞ്ചിരിയോടുകൂടി വർത്തിച്ചിരുന്നവർ. അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ അവരെ കാണുവാനും അവരുടെ കൈക്ക് പിടിച്ച് ബറക്കത്തെടുക്കാനും അല്ലാഹു ഈ വിനീതനം അവസരം നൽകിയിട്ടുണ്ട്. അല്ലാഹു നമ്മളെയൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ചേരാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ.